ബഹുമാനപ്പെട്ടവര് എത്ര കൊല്ലാണ് ഈ വീട്ടിൽ താമസിച്ചത്? മൊത്തത്തിൽ 23 വർഷമുണ്ട്. അതിൽ 10.5 വർഷം മുകളിലാണ്. മുകളിൽ നിന്ന് പറഞ്ഞാല് ഒരു അത്ഭുതമാണ്. താഴത്തേക്ക് ഈ പുറത്തൊരു മണൽത്തരി പോലും അവർ ചവിട്ടിയിട്ടില്ല. ആ 10.5 കൊല്ലം ആ റൂമിൽ തന്നെയാണ്. താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങലുണ്ട്, ഈ മജ്ലിസ് നടക്കലുണ്ട് ഇവിടെ. ഈ മജ്ലിസിലേക്ക് ചില ടൈമിൽ ഇറങ്ങി വരുത്തുന്നുണ്ട്. അതല്ലാതെ താഴത്തേക്ക് ഇറങ്ങി വന്നത് ബഹുമാനപ്പെട്ടവരെ പരലോകത്തേക്കുള്ള യാത്രക്ക് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള വിശ്വാസികളെ, ഇവിടെ ഒരുപാട് കറാമത്തുകൾ, CM മടവൂരിൻ്റെ കറാമത്തുകൾ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് അവിടെ പോയി പ്രാർത്ഥിക്കുകയും അതുപോലെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കുകയും അതുപോലെ വേറെ ഒരു വിഭാഗം അവിടുത്തെ കാര്യം പറഞ്ഞ് പണമുണ്ടാക്കുകയും എല്ലാം ചെയ്തെങ്കിലും ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരാൾ, അതേ നാട്ടിൽപ്പെട്ട ഒരാളാണ് ഹുസൈൻ മടവൂർ സാർ. അദ്ദേഹം ഈ കാര്യം അദ്ദേഹത്തിൻ്റെ നാടായതുകൊണ്ട്, അദ്ദേഹത്തിന് നല്ലപോലെ അറിയുന്നത് കൊണ്ട് നമ്മൾ അദ്ദേഹം എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിലാണ് ഈ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നത്. ഞങ്ങളുടെ മഹല്ലിലാണ് അദ്ദേഹം ജീവിച്ചത്, ദർസ് നടത്തിയത്. ഞങ്ങളുടെ എല്ലാം മക്ബറ ആ മഹല്ലിൽ തന്നെയാണ്. 2 ദിവസം മുമ്പും ഞാൻ ആ പള്ളിയിൽ പരിസരത്തും പോയിട്ടുമുണ്ട്. ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയുമാണ്. അദ്ദേഹം 991 മരണപ്പെട്ടത്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളാരും തന്നെ അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്നോ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന വ്യക്തിയാണെന്നോ പറയാറില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് എത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടത്. അദ്ദേഹം മരണപ്പെട്ടത് 91 33 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു, ഒരു വലിയ പണ്ഡിതന്റെ മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് കുഞ്ഞുമായ മുസ്ലിയാർ എന്ന് പറയുന്ന അവിടുത്തെ ഖത്തീബും മുദരിസും ഖാദിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഇതേമാതിരി പണ്ഡിതന്മാരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ CM വലിയുല്ലാഹി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുജൻ ഷെയ്നുദ്ദീൻ മുസ്ലിയാർ എൻ്റെ ഉസ്താദാണ് മദ്രസയിൽ. ഈ CMന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്ലിയാർ നമുക്കൊക്കെ അറിയുന്ന ആളുകളാണ്. ഇവരൊക്കെ തന്നെയും വളരെ നല്ല സ്വഭാവത്തിൽ ജീവിക്കുകയും നല്ല നിലയിൽ പെരുമാറുകയും ചെയ്തിരുന്ന ആളുകളാണ്. അങ്ങനെ ബാക്കിയാത്തിലൊക്കെ പഠിച്ചു വന്ന് നാട്ടിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ കണ്ടു. പള്ളിയിൽ തന്നെ ഇരിക്കുക, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക, വീട്ടിൽ പോവാതിരിക്കുക. ഇങ്ങനെ ആയ സമയത്ത് എന്തോ ഒരു മാറ്റമുണ്ട്, എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ആളുകൾ പിന്നാലെ കൂടിയതാ. എന്നിട്ട് അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. ഇങ്ങനത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലെത്തി. അദ്ദേഹത്തിന് ആരോടെങ്കിലും അദ്ദേഹം ജീവിതകാലത്ത് ഞാനാണ് പടച്ചവൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവർ പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? ഈ ലോകത്ത് ഒരു ഇല ഇളകുന്നത് പോലും അദ്ദേഹം അറിയാതെ പോവില്ല. അദ്ദേഹം നിശ്ചയിക്കാത്ത ഒരു സംഗതി നടക്കില്ല. മഴ പെയ്യിപ്പിക്കുന്നതും കാറ്റടിപ്പിക്കുന്നതും ഒക്കെ അദ്ദേഹമാണ്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം മരണപ്പെട്ട് 10-25 കൊല്ലം കഴിഞ്ഞ ശേഷം പറഞ്ഞു തുടങ്ങിയതാണ്. അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചത് ഇവിടെ കോഴിക്കോട്ട് ഇടിയങ്ങരയിലാണ്. അദ്ദേഹത്തെക്കുറിച്ച് അവർ തന്നെ എഴുതിയ പുസ്തകത്തിലുണ്ട് 14 വർഷമോ 12 വർഷമോ മറ്റോ ഒരു വീടിൻ്റെ മുകളിൽ താഴെ ഇറങ്ങാതെ അയാൾ ജീവിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ്, ജുമാക്ക് പോലും അദ്ദേഹം പോയിരുന്നില്ല എന്നാണ്, ജമാഅത്തിന് പോയിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം അദ്ദേഹം ജുമാക്ക് പോകണമെന്നില്ല. കാരണം തക്ലീഫ് ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ പണ്ഡിതനായിട്ടും മുദരിസായിട്ടും ഖത്തീബായിട്ടും ഖാദിയായിട്ടും ഒക്കെ ഇങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് പോയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ പോയി പറയും സുഖമില്ല എന്ന് പറയും. അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത് അത് അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ എന്നാണ്. ഏതൊരാളും പ്രാർത്ഥിക്കും പോലെയാണ്. ചിലപ്പോൾ പറയും ആ രോഗം വേണ്ട എന്ന് പറയും. പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചില അവ്യക്തതകൾ വന്നു. ആ അവ്യക്തതകളൊക്കെയാണ് ഇപ്പം കറാമത്താക്കി മാറ്റുന്നത്. ഞാൻ അവിടെ അവർ ഈ ജാറമുണ്ടാക്കുകയും വ്യാപകമായി പ്രചാരണം നടത്തുകയും ചെയ്തപ്പോൾ
34 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് നടത്തുന്ന പ്രധാന ഭാരവാഹികളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരും ചിലരൊക്കെ കൂടെ പഠിച്ചവരും ഒക്കെയാണ്. ഞാൻ അവരോട് പറയുകയും കത്തയക്കുകയും ചെയ്തിട്ട് നിങ്ങളിത് ചെയ്യരുത്. പൊതുസ്ഥലത്ത് ജാറങ്ങൾ കെട്ടിപ്പടുക്കുക എന്നത് കുറ്റകരമാണ്. ജാറങ്ങൾ ഖബർ കെട്ടിപ്പടുക്കൽ തന്നെ കുറ്റമാണ്, പൊതുസ്ഥലത്താണെങ്കിൽ ഹറാമാണ് എന്ന് ഫത്ഹുൽ മുഈനിൽ പോലും പറയുന്നുണ്ട്. അത് പൊളിച്ചു മാറ്റണമെന്നും ആ കല്ല് അവകാശികൾക്ക് കൊടുക്കണമെന്നും ആ കിതാബിലുണ്ട്, നമ്മുടെ ദർസിൽ വന്ന കിതാബില്. അത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ എന്താണെന്നറിയോ, അതിൻ്റെ വിശദീകരണത്തിൽ അത് മഹാന്മാരുടെ ഖബർ ഒഴിവാകുന്നു എന്ന് ഇന്ന കിതാബ് പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് മതിയോ? അള്ളാന്റെ റസൂല് നിങ്ങൾ ഖബറുകൾ കെട്ടിപ്പടുക്കരുത് എന്നും ഖബറിന്മേൽ എഴുതരുത് എന്നും ഖബറിന്മേൽ കെട്ടിടമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണമായിട്ട് ഇതിൽ നിന്ന് മഹാന്മാർ ഒഴിവാന്ന് വേറൊരു പണ്ഡിതൻ പറഞ്ഞാൽ അത് ദീനിൽ തെളിവാവില്ലല്ലോ. മാത്രവുമല്ല, കാലാകാലം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന തിന്മകൾ, വിശ്വാസ രംഗത്തുണ്ടാകുന്ന പാളിച്ചകൾ, ബിദ്അത്തുകൾ, ഇതിനൊക്കെ നിങ്ങളൊക്കെ ഉത്തരവാദിയായിരിക്കുമെന്നും നേരിട്ട് പറയുകയും കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അവരാരും തന്നെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് ഇത് എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അതിൽ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി പറഞ്ഞത്, ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നത് ഈ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ആരെങ്കിലും തിന്നുപോണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനൊരു കണക്കും വ്യവസ്ഥയും ഒരു സിസ്റ്റവും ഉണ്ടാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ കൂടി നിൽക്കുന്നത് എന്നാണ്. ഉദ്ദേശശുദ്ധി അല്ലല്ലോ ദീനിൽ തെളിവായി നിൽക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇങ്ങനെ കറാമത്തുകൾ പറഞ്ഞ് എവിടെ എത്തിയെന്നറിയോ? ഇദ്ദേഹം ഒരു കടയിൽ കയറി ചായ കുടിച്ചു, പൈസ കൊടുക്കാതെ പോയി. കടയിലെ ആളുകൾ പൈസ ചോദിച്ചു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കട അദ്ദേഹം കത്തിച്ചു കളഞ്ഞു. പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും പറയരുത്, നമ്മളെ ഔലിയാക്കന്മാരെ പ്രവൃത്തിയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരത്തണ്ട, ഉള്ളത് തന്നെയുണ്ട് എന്ന്. ഞാൻ അബ്ദുൽ ഹമീദ് ഫൈസിയെ അമ്പലക്കടവ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ പോയാൽ നിങ്ങളൊക്കെ അല്ലേ ഇത് പറയേണ്ടത്. പലരോടും ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറയാൻ തരാം, അത് ഞങ്ങളല്ല മറ്റവരാണെന്ന്. മറ്റവരോട് പറഞ്ഞപ്പോൾ അത് ഞങ്ങളല്ല മറ്റവരാണ്. ഇപ്പൊ രണ്ടു കൂട്ടരും പറയാം ഞങ്ങൾ രണ്ടു കൂട്ടരും അല്ല വേറൊരു കൂട്ടരാണെന്ന്. ആരായാലും എന്തുകൊണ്ട് എന്നാൽ ഇത് വളരെ വ്യക്തമായി ഇതിൽ ദീനിയായ വിഷയം പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്നതാണ്. ചില ആളുകൾ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, ചില ആളുകൾ ചോദിച്ചാൽ പറയുന്നുണ്ട്. വിഷയം എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള ജാറങ്ങളും മക്കാമുകളും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് നടത്തുന്ന ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. ഇവിടെ ബഹുമാനമുള്ളവരെ, കള്ളപ്രചരണത്തിന് ദീനിൽ നല്ലതല്ല. കള്ളപ്രചരണം ചെയ്ത് ജീവിക്കലും അതിൽ കിട്ടുന്ന പണം ഉപയോഗിക്കലും അത് പണ്ഡിതന്മാരായ നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ട് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾ നേടി, പാവങ്ങളെ പറ്റിച്ച് എന്ത് പറഞ്ഞാലും അവർ നിങ്ങളുടെ ബാക്കിലാണെന്ന് നിങ്ങൾ കരുതുകയും ചെയ്തു. അതുപോലെ ഒരുപാട് ആൾക്കാർ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തതുപോലെ എന്താണോ ചെയ്യുന്നത് അതിനെ നല്ല രീതിയിൽ അനുസരിക്കുന്ന ഒരുപാട് ജനങ്ങൾ, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ജനങ്ങൾക്ക് ഇനി ഹുസൈൻ മടവൂർ സാറല്ല ഇനി ആരുമെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ കഷ്ടമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സലാമത്താകാനുള്ള, നിങ്ങൾക്ക് മനസ്സില്ല, സലാമത്താകാനുള്ള ഹിദായത്ത് കിട്ടാനുള്ള സമയം നിങ്ങൾക്ക് എത്തിയിട്ടില്ല എന്നാണ് പറയാനുള്ളത്. മുസ്ലിയാക്കന്മാരെ വിട്ട് ഞാൻ സാധാരണക്കാരോടാണ് പറയുന്നത്, നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള നമ്മുടെ അവസരം വെറുതെ പാഴാക്കല്ലേ, വെറുതെ കളയല്ലേ. വികലാംഗന്മാർക്കും അതുപോലെ വയസ്സന്മാരായ ആരും ഇല്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ചിലവ് ചെയ്തോളൂ. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരാണ് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത് അവരുടെ കൂടെ നിങ്ങൾ പോകല്ലേ. അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ് വീഡിയോ നീണ്ടു പോകുന്നത് കൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. തൊട്ടടുത്ത് വരുന്ന വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.